നമസ്കാരം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ദില്ലി എയിംസിൽ ദേഹാസ്വസ്ഥത തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു. അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിത്വമാണ് ഓർമ്മയാകുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചുവാർത്ത ധനമന്ത്രിയായും ലൈസൻസ് രാജി ഇല്ലാതാക്കിയ ധനമന്ത്രിയെന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയതിലൂടെ ശ്രദ്ധേയനായി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും അധികാരത്തിലെത്തിയ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. 1932 സെപ്റ്റംബർ 26 ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള പഞ്ചാബിലെ ഗാഹിർ സിംഗ് കുടുംബത്തിലായിരുന്നു ജനനം. 1991 നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായി അപ്രതീക്ഷിതമായി എത്തിയ അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വ്യക്തിയുമാണ്. ആദ്യ സിംഗ് മതസ്ഥനായ പ്രധാനമന്ത്രിയുമാണ്. 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, റിസർവ് ബാങ്ക് ഗവർണർ എന്നീ പദവികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുർമുഖ് സിംഗും അമൃത് കൗറുമായിരുന്നു മൻമോഹൻ സിംഗിന്റെ മാതാപിതാക്കൾ. ചെറിയ പ്രായത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട അച്ഛന്റെ സാമീപ്യവുമില്ലാതെ മുത്തശ്ശിയുടെ വീട്ടിൽ വളർന്നതിനാൽ സിംഗ് ചെറുപ്പം മുതലേ ഉൾവലിഞ്ഞ പ്രകൃതമായിരുന്നു. ജീവിതത്തിലെ ആദ്യ 12 വർഷവും വൈദ്യുതിയില്ലാത്ത ഗ്രാമത്തിലായിരുന്നു കഴിഞ്ഞത്. കിലോമീറ്ററുകളോളം നടന്ന് ഉറുദു മാധ്യമം സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 1947 വിഭജനത്തിന്റെ സമയത്ത് കുടുംബം ഇന്ത്യയിലെ അമൃത്സറിലേക്ക് കുടിയേറി. പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ 1952 ബിരുദവും 1954 മാസ്റ്റർ ബിരുദവും 1ാം റാങ്കിൽ നേടിയതിനു ശേഷം ക്രൈംബ്രിഡ്ജിൽ ഉപരിപഠനം നടത്തി. 1957 ക്രൈംബ്രിഡ്ജ് സർവകലാശാലയിലെ സെന്റ് ജോൺസ് കോളേജിൽ നിന്നും എക്കണോമിക്സ് റിപ്പോർട്ട്സ് നേടിയതിനു ശേഷം ഇന്ത്യയിലെത്തി. പഞ്ചാബ് സർവകലാശാലയിൽ അധ്യാപകനായി ജോലിക്ക് ചേർന്നു. 1958 വിവാഹം. ഭാര്യ ഗുർഷരൺ കൗർ. 1960 ഓക്സ്ഫോർഡിൽ ഗവേഷണത്തിന് ചേർന്നു. 1962 ഡോക്ടറേറ്റ് നേടിയതിനു ശേഷം വീണ്ടും പഞ്ചാബ് സർവകലാശാലയിൽ അധ്യാപകനായി. ലണ്ടനിലെ ഉപരിപഠനം സ്പോൺസർ ചെയ്ത പഞ്ചാബ് സർവകലാശാലയുമായുള്ള കരാർ പ്രകാരമാണ് 1966 വരെ അവിടെ അധ്യാപകനായി ജോലി ചെയ്തത്. 1966 മുതൽ 1969 കാലത്ത് ഐക്യരാഷ്ട്രസഭയുടെ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിൽ പ്രവർത്തിച്ചു. 1969 ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പ്രൊഫസറാകാൻ ഗുരുനാഥനായ ഡോക്ടർ KN രാജ് ക്ഷണിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ ശോഭമാനായ പദവി ഉപേക്ഷിച്ചു. ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് സിംഗ് ധനമന്ത്രിയാവുന്നത്. ധനകമ്മി GDPയുടെ 8.5% വിദേശ നാണ്യ കരുതൽ ശേഖരം കഷ്ടിച്ച് 2 ആഴ്ചത്തേക്ക് കൂടി മാത്രം എന്ന സ്ഥിതിയായിരുന്നു അന്ന്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പയെടുക്കാൻ രാജ്യം നിർബന്ധിതമായപ്പോൾ കടുത്ത സാമ്പത്തിക നടപടികളാണ് തിരികെ IMF ആവശ്യപ്പെട്ടത്. ലൈസൻസ് രാജി നീക്കാനും വിപണി വിദേശ നിക്ഷേപണത്തിനായി തുറന്നു കൊടുക്കാനും മൻമോഹൻ സിംഗ് നിർബന്ധിതനായി. ഇറക്കുമതി ചുങ്കം കുറച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അടക്കം സാമ്പത്തിക പരിഷ്കാരങ്ങളോട് മുഖം തിരിച്ച നേതാക്കളോട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.